ടച്ചിങ്സ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തൊട്ടതെല്ലാം പൊന്നാക്കിയ തൊട്ടതെല്ലാം ഡയമണ്ട് ആക്കിയ മലയാളികളുടെ യുവത്വത്തിന്റെ പ്രതീകം സൂപ്പർ സ്റ്റാർ ഉണ്ണിരാജ്. വെൽക്കം സാർ പുതിയ എപ്പിസോഡിലേക്ക്. സർ, ഇന്ന് താങ്കളോട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ന്യൂ പടം അല്ല സർ, പിന്നെ അത് ഹിറ്റായ പടമുണ്ട്, അതിനെ കുറിച്ചല്ല സർ ഇന്ന് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ പുതിയൊരു ഏറ്റവും പുതിയതായിട്ട് നടന്നൊരു സംഭവത്തെ പറ്റിയാണ്. അതൊന്നും ഇവിടെ പറയണ്ട. എന്താണ് പറ? അതായത് താങ്കൾ പുതിയതായി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു. പഴയ രാഷ്ട്രീയ പാർട്ടി വിടാനുണ്ടായ കാരണം എന്താണ്? മണ്ടന്മാരെ കൂടെ നിൽക്കാനൊക്കെ പറ്റൂല. അതുകൊണ്ട് ഞാൻ പുതിയ പാർട്ടിയിലേക്ക് വന്നു. അത് എന്റേതായ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അത് പ്രചരിപ്പിക്കാൻ എനിക്ക് കോൺഫിഡന്റ് ആയ പാർട്ടി വേണ്ടേ. അതായത് താങ്കൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? പിന്നെന്തിനാണ് ഇവിടെ ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ തന്നെയാണ് പാർട്ടിയിലേക്ക് വന്നത്. പിന്നെ വെറുതെ ആണോ? നോക്കി നിൽക്കാനാണോ? ഞാൻ മത്സരിക്കും. അപ്പോ ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ ഉണ്ണി സാർ. എന്താണ്? താങ്കൾ രാജ്യസേവനത്തിനായി ഇറങ്ങുന്നു. താങ്കളുടെ പാർട്ടി അതിനെ പാടെ അവഗണിച്ച് താങ്കൾക്ക് മത്സരത്തിൽ സീറ്റ് തന്നില്ലെങ്കിലും ഞാൻ പുതിയ പാർട്ടി ഉണ്ടാക്കും. ഞാൻ മത്സരിക്കും. എല്ലാ നിയോജക മണ്ഡലത്തിലും ഞാൻ മത്സരിക്കും. ഞാൻ ഏറ്റവും ടോപ്പ് പ്രധാനമന്ത്രി വരെ ആവും. അതിനുള്ള കഴിവ് എനിക്ക്, കോൺഫിഡൻസ്. മനസ്സിലായോ? തീർച്ചയായിട്ടും താങ്കളുടെ ആ പുതിയ തീരുമാനത്തിന് നമ്മുടെ ടച്ചിങ്സ് മീഡിയയുടെയും പ്രേക്ഷകരുടെയും എല്ലാവിധ ആശംസകളും നേരുകയാണ്. സർ, ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം ചോദിച്ചോളട്ടെ. അതായത് താങ്കൾ ഒരു സ്കൂളിൽ ചെല്ലുകയും അവിടുത്തെ കുട്ടികളുടെ മുമ്പിൽ തുണി പൊക്കി കാണിക്കുകയും പിന്നെ അവരെ അസഭ്യം പറയുകയും ചെയ്തു എന്നൊക്കെ ഒരു സംഭവം ഉണ്ടായല്ലോ. എന്താണ് അതിനെ പറ്റി? ആ സ്കൂളിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എന്റെ പ്രസംഗം കേട്ട് അവർ ആഹ്ലാദത്തിൽ എന്നോട് പറഞ്ഞു, സിനിമയിൽ ഏതെങ്കിലും രംഗം ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഞാൻ അഭിനയിച്ചൊരു സിനിമയിൽ ഒരു രംഗം കാണിച്ചു. ഞാൻ അഭിനയിച്ച എല്ലാ സിനിമയിലും ഞാൻ മുണ്ടൂരും നല്ല കുളിച്ച ചെറിയ അങ്ങോട്ടി പറയും. ഇത് ഞാൻ കാണിച്ചു, ഇനിയും കാണിക്കും, ലോകം മൊത്തം കാണിക്കും. ഞാനിപ്പോ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെന്താ തെറ്റ്? അവർ പറയുന്നു, ഞാൻ ചെയ്യുന്നു. പക്ഷേ കുട്ടികളുടെ മുമ്പിൽ തുണി പൊക്കി കാണിക്കുന്നത് അത്ര നല്ല സംഭവമാണോ? സംഭവമാണ്. ഞാൻ എല്ലാ സിനിമകളിലും മുണ്ടുപൊക്കി കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കും. അതിൽ ആരോഗ്യം ഇനിയും എനിക്കുണ്ട്. നിനക്ക് കാണിച്ചു തരണം. വേണ്ട വേണ്ട ഉണ്ണി സാർ. അതായത് ഉണ്ണി സാർ നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും അദ്ദേഹം തുണി പൊക്കി കാണിച്ചിട്ടുണ്ട്, ഇനിയും അദ്ദേഹം തുണി പൊക്കി കാണിക്കാന്നാണ്. ഉറപ്പായിട്ടും അദ്ദേഹം കാണിക്കണം. നമ്മൾ ടച്ചിങ്സ് മീഡിയയുടെ എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഉണ്ണി സാറിന് ഉണ്ടായിരിക്കുന്നതാണ്. താങ്കളുടെ സിനിമകളിലെ പോലെ ഇനിയും തുണി പൊക്കി കാണിക്കണം എന്നാണ് നമ്മളുടെ പ്രേക്ഷകരുടെയും പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. കളിയാക്കല്ലേ? അല്ലല്ല ഉണ്ണി സാർ, നമ്മള് ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്ക്, വാട്സപ്പ്, സകല സോഷ്യൽ മീഡിയ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. പുതിയൊരു സപ്പോർട്ട്. നിന്റെ സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല. എന്റെ ഇമേജ് വെച്ച് കളിക്കല്ലേ? ഓക്കെ സാർ, ഓക്കെ ഉണ്ണി സാർ. നമ്മളപ്പോ നമ്മുടെ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകാം. താങ്കളുടെ ആദ്യ ചിത്രം, അതായത് ഓടും കുതിര ചാടും കുതിര. വെള്ളം കൊണ്ടാ നിൽക്കും കുതിര, ഫുള്ള് പറയാം. തീർച്ചയായിട്ടും. ഓടും കുതിര ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന ചിത്രത്തിൽ താങ്കൾ വിഗ് വെച്ചാണ് അഭിനയിച്ചത്. മീശയും വെപ്പായിരുന്നു. താങ്കൾക്ക് രോമം വളരാത്ത ഒരു അസുഖമുണ്ട് എന്നൊരു കിംവദന്തി പൊതുവെ സംസാരിക്കാറുണ്ട് ആൾക്കാര്. അതിൽ എത്രത്തോളം സത്യമുണ്ട്? നമ്മളുടെ ആരാധകർക്കൊക്കെ ഒന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. എന്താ സാർ? മൈക്ക് ഓഫ് ആക്ക്, പറയാം. സർ കേൾക്കുന്നില്ല. ക്യാമറ ഓഫ് ആക്കടോ, പറ. ക്യാമറ ഓഫ്. എന്റെ മൈക്ക് പോയല്ലോ. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? എന്റെ കൂടെ വന്ന് നടന്മാർക്ക് ഓർമ്മപ്പൂക്കളായി നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും സിനിമയിലൊക്കെ തുടങ്ങാൻ നിൽക്കുമ്പോൾ നിനക്ക് ഇഷ്ടമാവുന്നില്ലോ? ഈ പ്രായത്തിലും കുതിരനെ തടവേ കൈകളാണിത്. നിന്നെ തടവി നിന്റെ നടു അങ്ങോട്ട് ഒടിച്ചേരട്ടാ. പോടാ പോ. എന്താ ക്യാമറമാരൊക്കെ നോക്കി നിൽക്കുന്നു? ഓഫ് ആക്കിട്ട് പോലായിട്ടാ. ഓഫ് പോടാ. എല്ലാവർക്കും നമസ്കാരം.
എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുകയാണ്. എൻ്റെ 21ാമത്തെ സിനിമയാണ് മച്ചില മാറാല. അതിപ്പോൾ റിലീസിങ്ങിന് ഒരുങ്ങി നിൽക്കുകയാണ്. എൻ്റെ കൂടെ സിനിമയിലെ നായകനും നായികയും പ്രൊഡ്യൂസറും പിന്നെ നമ്മുടെ സൂപ്പർ താരം ഉണ്ണിയും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഇതുവരെ ഹൊറർ സിനിമ ചെയ്തിട്ടില്ല, ഒക്കെ ഫാമിലി മൂവിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. നിങ്ങൾ ഒരുപാട് ഹൊറർ മൂവി കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ് മച്ചില മാറാല. മലയാള സിനിമയിൽ ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ വിശേഷിപ്പിക്കാൻ പറ്റും. 90 കോടിയാണ് നമ്മുടെ പ്രൊഡ്യൂസർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത്. അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇതിന്റെ പ്രിവ്യൂ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും തന്നെ ഞെട്ടിപ്പോയി, അല്ലേ? ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം മണ്ടോദരിയൊക്കെ വാവിട്ട് കരയുകയായിരുന്നു അമ്മയെന്നൊക്കെ പറഞ്ഞ്, ഓർമ്മയുണ്ടോ? അത്രയും പേടിപ്പിക്കുന്ന ഒരു സിനിമയാണ് മച്ചില മാറാല. സത്യത്തിൽ ഈ സിനിമ ഞാൻ പ്ലാൻ ചെയ്തപ്പം നമ്മുടെ മലയാളത്തിലെ സൂപ്പർ താരമായ സത്യശീലൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഈ സിനിമയിൽ ഒരു വേഷം വേണം, നായകനല്ലെങ്കിലും ഒരു വേഷം എനിക്ക് തരണം മൊയ്തു സാറേ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. പക്ഷേ ഞാൻ നേരത്തെ സ്വരൂപിനെ ഫിക്സ് ചെയ്ത് പോയി. സ്വരൂപിനെ പോലുള്ള ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ് എനിക്കിതിൽ നായകനായിട്ട് വേണ്ടത്. അപ്പം എന്തായാലും ആ സന്തോഷം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണ്. ആദ്യത്തെ ചോദ്യം നായികയായ മണ്ടോദരി മേഡത്തോടാണ്. താങ്കളുടെ മുൻ ചിത്രമായ നന്മശ്രീ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൽ ഉത്തമയായ കുടുംബിനിയുടെ കഥാപാത്രത്തിനായി ഒരുപാട് വീട്ടമ്മമാരെ നേരിൽ പോയി കണ്ട് അവരെ പറ്റിയെല്ലാം ദീർഘമായി പഠിച്ച് ചെയ്ത തയ്യാറെടുപ്പുകളോടുകൂടി ചെയ്തൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ യക്ഷിയിലേക്ക് വരുമ്പം നേരിട്ട് കണ്ട് പഠിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ ഈ പഠനം എങ്ങനെ മാനേജ് ചെയ്തു? അത് മാത്രമല്ല, ഈ കുടുംബിനിയിൽ നിന്ന് യക്ഷിയിലേക്കുള്ളൊരു പ്രയാണം ചാലഞ്ചിങ് ആയിരുന്നോ? ആക്ച്വലി ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആരെയും കണ്ടുപഠിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ബട്ട് ആക്ച്വലി യു ക്യാൻ ബിലീവ്, ഞാൻ കണ്ടു ശരിക്കും. ആക്ച്വലി ഐ ഫീൽ ഇറ്റ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞു തന്നതിന് ശേഷം ഒരു നിഴല് പോലെ എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഓർമ്മയില്ലേ ഞാൻ പറഞ്ഞത്? എൻ്റെ അടുത്തിരുന്ന് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഒരു ഓറ പോലെ അല്ലേ നമ്മളെ പുറകെ? നമ്മൾ ഒരുപാട് വട്ടം സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ മിണ്ടാതിരിക്കൂ മിണ്ടാതിരിക്കൂ. കാരണം ഒരു തേർഡ് പേഴ്സൺ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതെ, ആ തേർഡ് പേഴ്സൺ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു, ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ, ഞാൻ ഇതുപോലെയാണ് ചിരിക്കുന്നത്, ഞാൻ ഇതുപോലെയാണ് സംസാരിക്കുന്നത്. വലിയ കഴിവാണ്. ആക്ച്വലി സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ അതിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആക്ച്വലി ദീസ് 2 പേഴ്സൺസ് എനിക്ക് പറയാൻ വാക്കുകളില്ല, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ആ യക്ഷിയിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അപ്പിയറൻസിലും കൂടെ വേണമായിരുന്നു. അപ്പിയറൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. 5 മേക്കപ്പ്മാരായിരുന്നു എന്റെ ചുറ്റിനും ഒരു 1.5 hours എന്നെ യക്ഷിയാക്കാൻ വേണ്ടിയിട്ട്. അവര് പറയായിരുന്നു, ഓ മൈ ഗോഡ്, എങ്ങനെയാണ് ഇത്രയ്ക്കും ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടീനെ പെട്ടെന്ന് യക്ഷിയാക്കാന്ന് പറഞ്ഞിട്ടല്ലേ. ഞാൻ അതിലൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് പറയാനുള്ളത് മണ്ടോദരിയുടെ ഒരു സിൻസിയറിറ്റിയാണ്. കാരണം 7 o'clock എനിക്ക് ഫസ്റ്റ് ഷോട്ട് വെക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അപ്പോൾ 1.5 മണിക്കൂർ അവൾക്ക് മേക്കപ്പാണ്. അപ്പോൾ 5 o'clock ഏർലി ഇൻ ദി മോർണിംഗ് അവള് ലൊക്കേഷനിൽ എത്തുകയാണ് മേക്കപ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് 7 o'clock അല്ലേ സാർ? കറക്റ്റ് അല്ലേ? അത് ഞാൻ മണ്ടോദരിയെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യണം. പറയും. എനിക്ക് തോന്നുന്നു ആക്ച്വലി ഇതിനകത്ത് മണ്ടോദരി ഒരു പല്ല് വെക്കുന്നുണ്ട്, എക്സ്ട്രാ ഫിറ്റിംഗ് പല്ല്. ആ പല്ല് വെക്കുന്നുണ്ട്, അത് ഭയങ്കര പെയിൻ ആയിരുന്നു ആക്ച്വലി മണ്ടോദരിക്ക് അല്ലേ, ഫുള്ള് വെക്കാൻ വേണ്ടിയിട്ട്. അതെ അതെ അതെ, അത് നമ്മുടെ അളവ് എടുത്തിട്ട് ആക്ച്വലി എവിടുന്നാണ് സാർ? കാനഡയിൽ നിന്ന്. കാനഡയിൽ നിന്ന് സാറ് പറഞ്ഞു വരുത്തിയ ഒരു പല്ലായിരുന്നു. സാറിനോട് നമ്മള് അപ്പൊ അത് എനിക്ക് ഇങ്ങനെ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. രാവിലെ 5 മണി തൊട്ടേ അത് വെച്ചിട്ട് നൈറ്റ് സീനുകൾ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. സോ ജ്യൂസ് മാത്രം കുടിച്ച ദിവസങ്ങളല്ലേ. ആക്ച്വലി ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ മണ്ടോദരി വാസ് ക്രൈയിങ്, യുനോ, കരയായിരുന്നു. മൊയ്തുസാറിന്റെ കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ മണ്ടോദരി ക്യാരക്ടറാണ് അല്ലേ മണ്ടോദരി? ആക്ച്വലി ആ ദിവസങ്ങൾ ഓർക്കുമ്പോ ഇപ്പോഴും എനിക്ക് താങ്ക് യു സോ മച്ച് സാർ. I think ഈ റോളിന് ഷീ ഡിസേർവ് സംതിങ് മോർ ദാൻ ഓസ്കാർ. ആക്ച്വലി അതിലെനിക്ക് സാറിനോട് നന്ദിയുണ്ട്. അതിനോടൊപ്പം ഓഫ് കോഴ്സ് സ്വരൂപിനെ ആരും പറയാതിരിക്കാൻ പറ്റില്ല. ഈ മലയാളം പോലുള്ള ചെറിയ സിനിമാ മേഖലയിൽ 90 കോടി രൂപ മുടക്കി ഈ VFXും ഗ്രാഫിക്സും ഒക്കെ ചെയ്യാനുള്ള ആ ധൈര്യം എന്തായിരുന്നു? നമ്മളിപ്പോൾ ഈ സിനിമക്കകത്തെല്ലാം പരമ്പരാഗതമായിട്ട് കണ്ടുവരുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ സെറ്റുകൾ ഇടുക എന്നുള്ളതാണ്.
ഒരുപാട് സെറ്റുകൾ വലിയ പൈസ മുടക്കി സെറ്റ് ഇട്ടിട്ട് എന്തിനാ ആൾക്കാർക്ക് വെറുതെ കത്തിക്കുമല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം എൻ്റെ ഒരു ആഗ്രഹം ഇന്ന്, അതായത് ഈ സിനിമക്കകത്ത് ഒറിജിനാലിറ്റി ഒന്നും ഉണ്ടാവരുത്. ഒരു വീട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാരി കൊണ്ട് മറക്കും, ഷൂട്ട് ചെയ്യും. അത് വീടായിട്ട് നിങ്ങൾക്ക് മനോഹരമായ വീടുകളായിട്ട് തിയേറ്ററിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെൻ്റെ ഒരു ആഗ്രഹമാണ്, ചിരകാല സ്വപ്നങ്ങളിൽ ഒന്നാണത്. പിന്നെ അതുപോലെ തന്നെ ഒറിജിനലായിട്ട് ഈ പടത്തിൽ ഒന്നുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ യക്ഷീനെ ആവാഹിച്ചങ്ങ് ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ മുമ്പായിട്ട് കഞ്ഞി കുടിക്കാനുള്ളൊരു സീന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, അതിന് മുമ്പല്ലേ ചെയ്തല്ലേ. അപ്പോൾ ആ സീന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞു അത് CG ചെയ്യാന്ന് പറഞ്ഞു. CG അല്ലേ? CG ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല, കാരണം ഞാൻ പഴങ്കഞ്ഞി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ എൻ്റെ റൂമിൽ 5 സ്റ്റാർ ഹോട്ടലാകുമ്പോൾ കുന്നിൻ്റെ മേലെയാണ് ഷൂട്ട്. അപ്പോൾ ഞാൻ പ്രൊഫഷണൽ ഒരു പയ്യനോട് പറഞ്ഞിട്ട് ഹോട്ടലിൽ പോയിട്ട് എന്ത് ചെയ്ത് എൻ്റെ പഴങ്കഞ്ഞി എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ആ കഞ്ഞിയാണ് മണ്ടോദരി കുടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ക്രെഡിറ്റാണ്. അപ്പോൾ അത് മാത്രമാണ് ഈ പടത്തിൽ ഒറിജിനൽ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ചോദിച്ചോളി, ഇവർ പറഞ്ഞു തരും. ഇനി ആർക്കാ ചോദിച്ചോ. ആ, മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന അങ്ങ് ഈ ഒരു സിനിമയിൽ ഗസ്റ്റ് റോളായിട്ട് വരാൻ കാരണം എന്താണ്? പ്രതിഭാധാനായ മൊയ്തു സാറിന്റെ ഒരു ചിത്രത്തിൽ ഒരു റോള് എന്ന് പറയുന്നത് ഗസ്റ്റ് റോള്, ഞാൻ ഗസ്റ്റ് റോളാണ്. മച്ചിലയിലെ മാറായില് വെറും മാറാല മാത്രമാണ് ഞാൻ മതി. കാരണം വെച്ചാല് മലയാള സിനിമയെ ഹോളിവുഡ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി എനക്കുണ്ട്. ഇതൊരു മന്ത്രവാദിയാണ് ഞാൻ, കൊടും മന്ത്രവാദി. ഞാൻ അറിയാത്ത നാടുകളില്ല മന്ത്രവാദിയുടെ ക്യാരക്ടർ പഠിക്കാൻ വേണ്ടി. ചിന്തകൾക്ക് തീ പിടിച്ച് നടന്നു ഞാൻ മാസങ്ങളോളം വർഷങ്ങളോളം. കൊടും മന്ത്രവാദിയാ. അല്ല സാറേ, അതായത് കോയിനാണ് പിടിച്ച് കഴുത്ത് ഞെരച്ചിട്ട് മഞ്ഞക്കുറി വിട്ടിട്ട് ഞാൻ മുകളിലേക്ക് ഒരു ഏറുണ്ട്. എന്റെ സാറ് എവിടെയാണ് ക്യാമറ വെച്ചത്? വേറെ സത്യം പറയട്ടെ, സത്യത്തിന്റെ കോഴിയായിരുന്നില്ല, ഡമ്മിയായിരുന്നു. മഞ്ഞക്കുറി ശരിക്കും കുറിയല്ല, അതും ഡമ്മിയായിരുന്നു. എന്തിനു പറയുന്നത്? മൊത്തം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് നോക്കുമ്പോ ആ വീട് വെറും ഒരു സെറ്റായിരുന്നു, ഡമ്മിയായിരുന്നു. ഞാൻ സ്വയം വിചാരിച്ചു ഞാനും ഡമ്മിയായിരുന്നു എന്ന് ചിന്തിച്ചു. അത്രയ്ക്ക് ഹെവിയായിരുന്നു. സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയാണ് എന്റെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു. താങ്ക് യു. മണ്ടോദരി മാം, സാധാരണ സിനിമകളിൽ യക്ഷികള് വെള്ള സാരിയൊക്കെ കൊടുത്തിട്ടാണ് അപ്പിയർ ചെയ്യാറുള്ളത്. പക്ഷെ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ചുവന്ന സാരി കൊടുത്ത യക്ഷിയും അതോടൊപ്പം തന്നെ ചില സീനുകളിൽ ജീൻസ് ഇട്ടിട്ടുള്ള യക്ഷീനെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഡാൻസ് സീക്വൻസ് ഒക്കെ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം ചെയ്യാനായിട്ട് തീരുമാനിച്ചത്? ആക്ച്വലി വൈറ്റ് സാരി യക്ഷി എന്നൊക്കെ പറയുന്നത് ഒരു ക്ലീശയാണ് അല്ലേ. നമ്മള് ആരെങ്കിലും ഒരാൾ അതിനൊരു മാറ്റം കൊണ്ടുവരണല്ലോ. അതെ, അപ്പൊ ആക്ച്വലി അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് മൊയ്തു സാറിന്റെ സജഷൻ ആയിരുന്നു അത്. അപ്പൊ അത് എങ്ങനെ വർക്കൗട്ട് ആവൂന്നൊക്കെ ഉള്ള ഒരുപാട് ചർച്ചകൾ വന്നു അല്ലേ സാറേ. അപ്പോ ഞങ്ങള് രണ്ടുപേരും ഒരുപോലെ സാറിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആ കോസ്റ്റ്യൂമിന് വേണ്ടി നമ്മള് ഒരു വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി, ക്ലീഷേ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആ കോസ്റ്റ്യൂമിന് വേണ്ടി കുറെ നാള് കളഞ്ഞിരുന്നു അല്ലേ സാറേ. നമ്മള് എൻ്റെ ഒക്കെ കുട്ടിക്കാലം മുതൽ കാണുന്ന സിനിമകളിലൊക്കെ യക്ഷികള് വെള്ളസാരിയാണ്. എന്തിനാ യക്ഷികൾക്ക് അങ്ങനെ ഒരു യൂണിഫോം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഒരു മാറ്റം ഞാൻ പ്രൊഡ്യൂസറോട് ചോദിച്ചു, പ്രൊഡ്യൂസർ നമുക്ക് കളർ മാറ്റാം, ഒരു വെറൈറ്റി യക്ഷി വരട്ടെ. പക്ഷെ അത് ആ പടം വരുമ്പോൾ, പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയുള്ള യക്ഷികളൊക്കെ ചോപ്പ് സാരി ആയിരിക്കും. സർ, എന്ത് കണ്ടന്റ് ആണ് ഇപ്പൊ യൂത്തിന് കൊടുക്കാൻ പറ്റുന്ന എന്ത് കണ്ടന്റ് ആണ് സാർ ഈ സിനിമയിലുള്ളത്? പടത്തിലുണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, അതുകൊണ്ട് ഉണ്ണിസാരുണ്ട്. പിന്നെ മനോഹരമായ 2 പാട്ടുകളുണ്ട്. ആ പാട്ടിൽ പ്രസൂണിന്റെയൊക്കെ ഡാൻസ് നിങ്ങൾ കാണണം. യക്ഷിയുടെ ഒരു ഡാൻസ് ഉണ്ട്, സ്വരൂപിന്റെ. യക്ഷിയും അതായത് നമ്മുടെ നായകനും നായികയും തമ്മിൽ ഒരു ഡാൻസ് ഉണ്ട്. ആ ഡാൻസൊക്കെ യൂത്ത് ഏറ്റെടുക്കും, ഉറപ്പാണ്. പിന്നെ അങ്ങോട്ടുള്ള കാലത്ത് കോളേജ് തരംഗമായിരിക്കും ഈ പാട്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് സ്റ്റെപ്പ് വേണമെങ്കിൽ എടുക്കാം അവർക്ക്. അത് വേണ്ട. അപ്പം ഈ പടം എന്ന് പറഞ്ഞത് നമ്മളെ പ്രൊഡ്യൂസർ സാറ് പറഞ്ഞല്ലോ, ഇതൊരു ടെക്നോളജിക്കൽ ഹിറ്റ് ആയിരിക്കും. എനിക്കൊന്ന് മലയാള സിനിമയിലെ ആദ്യത്തെ ടെക്നോളജി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ടെക്നോളജിക്കൽ ഹിറ്റ് ആയിരിക്കും സാറേ. ട്രെയിലർ കണ്ടപ്പോ മണ്ടോദരി മാമിന്റെ ഒരു യശി ചിരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ, ആ ചിരി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട്. ഹിറ്റാണ് മണ്ടോദരി, ഒരു ചിരിച്ചു കൊടുക്കും. ആക്ച്വലി എനിക്ക് ചുമയുള്ളതുകൊണ്ട് ശരിയാവും. Thank you.
പുറപ്പടം കണ്ണേന്റെ ടെൻഷൻ തുരു മാറിയിക്കില്ല എനിക്ക്. എന്ത് തേങ്ങയോടോ ഞാനത് കാട്ടിക്കൂട്ടി. സാറേ എന്താ സംഭവിച്ചെന്ന് ഇപ്പൊ എനിക്കും മനസ്സിലാവുന്നില്ല. ഞാൻ ആ ഉഗാണ്ട പടം അതേപോലെ എടുത്ത് ഇവിടെ ചെയ്തതാ. ഉഗാണ്ടയിൽ ആ പടം ഭയങ്കര വിജയമാണല്ലോ. ഇവിടെ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ഉഗാണ്ട ചെയ്തത് നല്ല സംവിധായകനാ, ബുദ്ധിയുള്ള സംവിധായകനാ. ഉഗാണ്ട സിനിമയിൽ ഒരു മാറ്റം ഇനി വരുത്തിയിട്ടില്ല. അല്ല വരുത്തിയെന്ന് ചോദിച്ചാ പിന്നെ ഇനി എന്ത് എന്റെ ബായിന്ന് 90 കോടിയാ. ഇനി മനസ്സിലാക്കണോ? ഞാൻ അന്നേരെ പറഞ്ഞിട്ടുണ്ട് മൊയ്തൂക്കാന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൊണ്ട് ഇനി. സാറേ നമുക്ക് ഇതിന്റെ നഷ്ടം തീർക്കാൻ പെട്ടെന്ന് നമുക്ക് മറ്റൊരു പടം ചെയ്താലോ? എന്നെ കൊണ്ട് പൊറാട്ടി കഴിഞ്ഞാ മറ്റേ ബുൾഗാൻ താടി. എടാ നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ഡിഗ്രി വരെ. ഡിഗ്രി ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചോനാ. പടം പൊട്ടി എന്താന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. എങ്ങനെയാ? ഇവിടെ പടം തുടങ്ങുന്നതിന് മുമ്പേ പടത്തിന്റെ അകത്തുള്ള ഗ്രാഫിക്സും സംഗതികളും തീർത്ത് ഈ ആൾക്കാരോടുള്ള ചാനലുകാരോട് തീർത്ത് വിളിച്ചു പറഞ്ഞാൽ പിന്നെ പടം പൊട്ടൂലടോ? പൊട്ടൂലേ? അല്ല സാർ അത് സാറും പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പഴങ്കഞ്ഞിന്റെ കാര്യമൊക്കെ സാറും പറഞ്ഞു. ഇവിടെ പഴങ്കഞ്ഞിന്റെ കഥ നിങ്ങൾ പറയുന്ന സമയത്ത് ആവേശത്ത് പറഞ്ഞു അല്ലേ? അതിന് കാരണങ്ങളല്ലേ? ഇവിടെ അമേരിക്കേന്റെ അകത്ത് മറ്റേ എന്തെന്നേനും പറയാ യക്ഷീന്റെ ഒരു പല്ലില്ലേ, അത് വാങ്ങിയ കാര്യം പറയാൻ വേണ്ടി ഇഞ്ഞൂടെ പറഞ്ഞിട്ടുണ്ടോ? എന്തിനാ വിളിച്ചു പറഞ്ഞേ? നായകനാ പറഞ്ഞു. നായകൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ നായകന്റെ കത്തിക്കും ഞാൻ പുൽക്കാൻ തടിയാ. ഇങ്ങോട്ടോക്കടോ തിന്നാ എടുക്കിഞ്ഞി. ഇത് കണ്ട് വെട്ട് കണ്ടിക്കിഞ്ഞി. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ഞാൻ. ഡ്രഗ്സ് ഡീല്, കൊട്ടേഷൻ പണി, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാക്കിയ പൈസയത് 90 കോടിയാ. 90 കോടിയായിട്ട് നശിപ്പിച്ച്. നീ മനസ്സിലാക്കണം. അല്ലോ ചിലക്കോ വന്നിന് ഇവിടെ ചിലക്കലേ മാറ്റി കളിയാ. എടാ 2 ആളെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് പുഷ്പം പോലെ ഇറങ്ങിപ്പോന്നു ഞാൻ. 2 ആളെ കൊന്നിട്ട് സത്യനെ കൊണ്ട് പടവും ചെയ്യിച്ചിട്ട് അടുത്ത പടം ചെയ്യണേ കൊട്ടേഷൻ ചെയ്യണം എനിക്ക്. അത് ഇന്നെ ഞാൻ കൊല്ലു. എന്റെ ജയിലിൽ പോയിട്ട് പുഷ്പം പോലെ ഇറങ്ങിപ്പോയി സത്യനെ കൊണ്ട് പടവും ചെയ്യും ഞാൻ. അതിനെ കൊണ്ട് ചെയ്യിക്കരുത്. എനിക്ക് പറഞ്ഞ മനസ്സിലായിക്കാ. ക്ഷമിക്കണം സാറേ, പറ്റിപ്പോയി. എടാ ഈ പടത്തിന്റെ പേരിൽ എന്തെല്ലാം ഞാൻ എന്റെ അടുത്ത് എത്ര പൈസ നീ തട്ടിക്കൂടെ എന്റെ അടുത്ത്? ഇന്റെ ഓളെ പ്രസവത്തിന്റെ പൈസ വരെ ആസ്പത്രിക്ക് ഞാനില്ലടോ കൊടുത്ത്. ഒരു കുഞ്ഞിന്റെ ഒരു കുപ്പായം വരെ നീ കൊടുത്തിട്ടുണ്ടോ? ഉളുപ്പില്ലാണ്ട് ചിലക്കം പൊന്നിനായിരുന്നു. എടാ ഈ ജുബ്ബ ഞാൻ എടുത്ത് തന്നില്ലോ. ജുബ്ബ ഇനി പടത്തിന്റെ പേരിൽ വാങ്ങിച്ചാലേ ജുബ്ബ? എന്റെ കൊട്ടേഷൻ പിള്ളർ തിയേറ്ററിൽ പോയി സിനിമ ഉണ്ട് എന്നിട്ട് എന്നെ വിളിച്ചു ചോദിക്കുക, വവ്വാലൊക്കെ പറക്കുന്ന സമയത്ത് ഇതൊരു ഫീലും കിട്ടുന്നില്ല, കമ്പ്യൂട്ടറാന്ന് മുമ്പേ പറഞ്ഞില്ലേ? കുറെ ഇന്റർവ്യൂവിൽ പോയി ചിലച്ചില്ലല്ലോ. ഓലെ മുമ്പ് പെടണ്ട കേട്ടോ. ഇത് കണ്ടോ സിഗരറ്റ് കത്തി തീർന്നു.